നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് കൊല്ലം മുമ്പ് ഡിവൈൻ വിഷൻ ഒരു ടെലിഫിലിം നിർമ്മിച്ചിരുന്നു. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട പനച്ചിക്കലച്ചൻ എഴുതിയ ദൈന്യമേ വിശ്വദൈന്യമേ എന്ന പാട്ടാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജേക്കബ് കൊരട്ടിയാണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്നത് ബിജു നാരായണനാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു, ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു. ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു, ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു. വിൻസെൻഷൻ സഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ പറ്റി മനോഹരമായ ഒരു രചനയുമായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പനച്ചിക്കലച്ചന് സ്വാഗതം. ഞാൻ ഈ പാട്ട് പല പ്രാവശ്യം കേട്ടു, വായിച്ചു നോക്കി. ആ ആൽബത്തിലുള്ള പല പാട്ടുകളും ഞാൻ കേട്ടു നോക്കി. അതിനകത്തെല്ലാം വിൻസെൻ്റ് ഡി പോളിനെയും ഒക്കെ ധാരാളമായി സംബോധന ചെയ്തുള്ള പാട്ടുകളാണ്. ഇതിനകത്ത് ഒരു അക്ഷരം പോലും വിൻസെൻ്റ് ഡി പോളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അതൊരു രചനയുടെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അതിൻ്റെ കാര്യം? ഇത് വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു ഓഡിയോ ആണല്ലോ. അപ്പോൾ സ്ക്രീനിൽ വിഷ്വൽ ഉണ്ട്. വിഷ്വലുള്ള സ്ഥിതിക്ക് പിന്നെ വിൻസെൻ്റ് ഡി പോളെ എന്ന് അഭിസംബോധന ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളതൊന്ന്. പിന്നെ എല്ലാം സ്പഷ്ടമായിട്ട് പറയണമെന്നില്ല. വ്യംഗ്യമായി പറഞ്ഞാലും അത് മനസ്സിലാകുന്നൊരു ഭാഷ ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ആ രീതി ഉപയോഗിച്ചാണ്. ഈ ദൈന്യത്തിന് ഒരു ഭയങ്കര സൗന്ദര്യമായിട്ടാണ് അച്ഛൻ അതിൻ്റെ കൊടുത്തിരിക്കുന്ന പല്ലവി തന്നെ. അതൊന്ന് വിശദീകരിക്കാമോ? അതായത് ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു എന്ന് പറയാം. അതിന് കാരണം ഇതാണ്, ദൈന്യം, ദീനത, അതിനൊരു വിശ്വമാനമുണ്ട്. എല്ലാ നാട്ടിലും പാവപ്പെട്ടവർ അവഗണിക്കപ്പെട്ടവരായിട്ടുണ്ട്. ആർക്കും അവിടെ ഒരു സൗന്ദര്യം കാണാൻ കഴിയുന്നില്ല. പക്ഷേ വിൻസെൻ്റ് ഡി പോൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള വിശുദ്ധാത്മാക്കൾ നോക്കുമ്പോൾ, അവരിലെല്ലാം സൗന്ദര്യം കാണുന്നു. അവരിലെല്ലാം ദൈവത്തിൻ്റെ ഛായയും സദൃശ്യവും കാണുകയാണ്. ഇപ്പോൾ ഫ്രാൻസിസ് അസീസി പിതാവ് ഒരു കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ അറിയാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്ന് പറഞ്ഞു. അവിടെ ഒരു സൗന്ദര്യം കണ്ടിട്ടാണല്ലോ അത് ചെയ്തത്. ചുംബിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സൗന്ദര്യവും സ്നേഹത്തിൻ്റെ ഒരു ഇല്ലേ? അപ്പം ആ ദൈന്യത്തിൽ അല്ലെങ്കിൽ ദൈന്യത അനുഭവിക്കുന്ന വ്യക്തികളിൽ ആരും കാണാത്ത ഒരു സൗന്ദര്യം ഈ വിശുദ്ധാത്മാക്കൾ കാണുന്നു. അപ്പം ആർക്കും വേണ്ടാതെ എറിഞ്ഞു കളയുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു വ്യഗ്രത, അവരെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയത്തുടിപ്പ്, അവരെ തേടിയിറങ്ങുന്ന ഒരു വിശുദ്ധൻ. കാരണം വിശുദ്ധൻ്റെ വിൻസെൻ്റ് ഡി പോളിൻ്റെ ചിത്രം എപ്പോഴും നമ്മൾ കാണാറുള്ളത് ഒരു പ്രായം ചെന്ന ഒരു ദൈന്യത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ശൈശവത്തിൻ്റെ ഒരു കുരുന്നനെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം വളരെ ശ്രദ്ധേയമായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, ഒരു വിലയും സൗന്ദര്യവും കാണാത്ത ഈ വിശ്വദൈന്യത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെങ്ങുമുള്ള ഈ പാവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വ്യഗ്രതയും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇവരെല്ലാം വിലപ്പെട്ടവരായിട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മാറിൽ അവരെല്ലാം വാത്സല്യഭാജനങ്ങളായി തീർന്നു, സൗന്ദര്യധാമങ്ങളായി തീർന്നു. കാരണം അവിടെയെല്ലാം വിൻസെൻ്റ് ഡി പോൾ സൗന്ദര്യം കാണുന്നു, സ്നേഹയോഗ്യരായിട്ട് അവരെ കാണുന്നു, അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ദൈന്യം എന്ന് പറയുന്നത് വ്യക്തി നിരപേക്ഷമായിട്ട് നിൽക്കുന്നതെന്നല്ലല്ലോ. അതുകൊണ്ട് ദൈന്യമെന്ന് ഞാൻ പറയുമ്പോഴും ദൈന്യത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെന്നാണ് അതിൻ്റെ അർത്ഥം.
അൽഫോൻസാമയെക്കുറിച്ച് ധന്യതയെന്ന് ഞാൻ അഭിസംബോധന ചെയ്തപ്പോൾ, ധന്യതയെ എന്ന് പറയുമ്പോഴും ധന്യയായവളെന്നാണല്ലോ എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ധന്യതയുടെ ഒരു ആൾ രൂപം, ദൈന്യത്തിൻ്റെ ആൾ രൂപമായി ഈ ഭൂമിയിൽ അവഗണിക്കപ്പെട്ടവരെ വിൻസെൻ്റ് ഡി പോൾ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരെ വിലമതിക്കുകയും അവരെ മാറോടണയ്ക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വിൻസെൻ്റ് ഡി പോളിൻ്റെ മാറിൽ ഈ ദൈന്യം എന്ന് പറയുന്നത് ഒരു സൗന്ദര്യധാമങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത്. എന്താണെങ്കിലും അതിനകത്ത് ഈ വിൻസെൻ്റ് ഡി പോൾ എന്നുള്ള പേര് പറയാതെ വിൻസെൻ്റ് ഡി പോളിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു പുണ്യവാൻ എന്നുള്ളതിനെ പറ്റി ആ കവിതയിൽ മുഴച്ചു നിൽപ്പുണ്ട്. നമുക്കത് എനിക്കത് മനസ്സിലായിരുന്നു, എങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനോടൊന്ന് ഞാൻ പറഞ്ഞ ചിത്രം ഓർക്കുക. വിൻസെൻ്റ് ഡി പോളിൻ്റെ ചിത്രം എപ്പോഴും നമ്മൾ കാണുന്നത് ആ ഒരു ദൈന്യത്തെ ആലിംഗനം ചെയ്യുന്ന ഭാവമായിട്ടാണ്. എന്നുവെച്ചാൽ ഒരു കൊച്ചിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന, ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്ന, ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരാളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായ ചിത്രമാണ്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ടു നോക്കാം. വിപ്ലവാവേശമാം സുനാമി തിരകളിൽ വിഗ്രഹമെത്രയോ വീണുടഞ്ഞു. വിപ്ലവാവേശമാം സുനാമി തിരകളിൽ വിഗ്രഹമെത്രയോ വീണുടഞ്ഞു. ഉത്തുംഗ തേജസ്സ വ്യക്തി പ്രഭാവത്തെ അക്രമാസക്തരും ആദരിച്ചു. ഉത്തുംഗ തേജസ്സ വ്യക്തി പ്രഭാവത്തെ അക്രമാസക്തരും ആദരിച്ചു. ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു. ശൈശവവും നിറവാർദ്ധക്യവും ആ മാറിൽ വാത്സല്യമാസ്വദിച്ചു. ഈ വിപ്ലവാവേശത്തിൻ്റെ സുനാമി തിരകളിൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീണു. എനിക്കൊന്നും മനസ്സിലായില്ല അത് വായിച്ചിട്ട്. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ളത്? അത് ലോകത്തിൽ പല വിപ്ലവങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിപ്ലവമായിരുന്നു. അത് നമ്മളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പാഠ്യവിഷയമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണല്ലോ. ഒരു വലിയ ചരിത്ര സംഭവമാണത്. അപ്പോൾ ആ ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നുണ്ട്. അത് എഴുതപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവം ഇങ്ങനെ കൊടികുത്തി വാഴുമ്പോൾ സുനാമി തിര പോലെ വിപ്ലവാവേശവുമായിട്ട് വ്യവസ്ഥാപിതമായ എല്ലാത്തിനെയും തകർക്കാനായിട്ട് അവർ ഓടി നടന്നപ്പോൾ, കാരണം അനീതി എവിടെയൊക്കെ കണ്ടെന്ന് തോന്നിയോ അവിടെയെല്ലാം അവർ തകർക്കാനുള്ള ശ്രമം നടക്കുന്ന, പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി നിലവിലുള്ളതിനെ മുഴുവനും തച്ച് തകർക്കുന്ന ഒരു സംരംഭമാണല്ലോ വാസ്തവത്തിൽ വിപ്ലവം വരി. അപ്പം നിലവിലുള്ളതിനെല്ലാം തകർക്കുന്ന ഒരു ഘട്ടത്തിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട പലതിനെയും അവർക്ക് തകർക്കണം തോന്നി. അങ്ങനെ തകർത്ത കൂട്ടത്തിൽ അവർ ചെയ്തൊരു കാര്യം, വിശുദ്ധാത്മാക്കളുടെ സ്വരൂപങ്ങളും പ്രതിമകളും, പ്രതിമകളെന്ന് പറഞ്ഞാൽ സ്റ്റാച്യൂസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ പലപ്പോഴും നമ്മൾ ആദരിക്കുന്ന വിശുദ്ധരുടെ സ്വരൂപങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ആദരിക്കപ്പെടുന്ന മറ്റ് വ്യക്തികളുടെയൊക്കെ വെക്കുമല്ലോ. അങ്ങനെ ഫ്രാൻസിലുടനീളം ഇങ്ങനെ ധാരാളം വിശുദ്ധരുള്ള ഒരു നാട്, അവിടെയെല്ലാം വിശുദ്ധരുടെ എല്ലാം പ്രതിമകൾ അല്ലെങ്കിൽ സ്വരൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പം ഇവർ സഭയോടുള്ള ദേഷ്യം തീർക്കാൻ ഈ പറഞ്ഞ വിഗ്രഹങ്ങളെയെല്ലാം അടിച്ചുടച്ചു. അപ്പം വിഗ്രഹം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, നിലവിലുള്ള മാറ്റേണ്ട ചില കാര്യങ്ങൾ. അപ്പം അങ്ങനെ തച്ചുടച്ച് പോന്നപ്പോൾ വിൻസെൻ്റ് ഡി പോളിൻ്റെ ഒരു സ്വരൂപം എവിടെയോ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് നേതാവ് പറഞ്ഞെന്നാണ് പറയുന്നത്, ഇവിടെ നമ്മൾ ആദരിക്കണം, ഇദ്ദേഹം ഒരിക്കലും തച്ച് ഉടയ്ക്കപ്പെടേണ്ട ഒരാൾ അല്ല. അതുകൊണ്ട് വിൻസെൻ്റ് ഡി പോളിൻ്റെ പ്രതിമയുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്വരൂപത്തിൻ്റെ മുമ്പിൽ അവരെല്ലാം വണങ്ങുകയും ഒരു പൂമാല ഇട്ടിട്ട്
അവർ പോവുകയും ചെയ്തതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. നമ്മൾ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നോ അവർക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടൊരു ജീവിതമാണിത്. അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ സ്വരൂപം ഒരിക്കലും ഉടയ്ക്കാൻ പാടില്ല. അദ്ദേഹം നിലനിൽക്കണം, അദ്ദേഹത്തിൻ്റെ ചൈതന്യം നിലനിൽക്കണം എന്നുള്ളൊരു സൂചനയാണ് അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ വിപ്ലവാവേശമാം സുനാമി തിരകൾ ആഞ്ഞടിക്കുന്ന സമയത്ത് എല്ലാത്തിനെയും സുനാമി പോലെ അടിച്ചു തകർത്ത് പോകുന്ന ഒരു വിപ്ലവത്തിൻ്റെ വലിയൊരു ആവേശത്തിൽ അക്രമികൾ, അക്രമാസക്തരായ ആളുകൾ, അവർ പോലും ഈ വിശുദ്ധന് മുമ്പിൽ നിന്നിട്ട് അല്ലെങ്കിൽ സ്വരൂപത്തിന് മുമ്പിൽ നിന്നിട്ട് ഇത് നമ്മുടെ ആളാണ്, ഇദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ട, അതുകൊണ്ട് ഈ സ്വരൂപം ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഇരുത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തനം, ജീവിതം വിപ്ലവക്കാർക്ക് പോലും ശ്ലാഘിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു സത്യം അത് പരക്കെ അറിയപ്പെടുന്ന ഒരു ചരിത്ര സംഭവം ആയതുകൊണ്ട് അത്രയും പറയുമ്പോൾ തന്നെ അതിനെ മനസ്സിലാക്കാനായിട്ട് അല്പമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മനസ്സിലാവും. അല്ലാത്തൊരു ചോദിക്കും, അച്ഛാ എന്താ ഇങ്ങനെ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് സുനാമി വന്ന ഒരു സമയത്താണെന്നാണ് ഈ സുനാമി തിരകളും സുനാമി തിരകൾ എന്ന് എഴുതാനൊരു കാരണം സുനാമിയുടെ ആ ഒരു വരവിന് ശേഷമാണ് ആ വാക്ക് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായത്. ഇപ്പോൾ ഒരൊറ്റ വാക്ക് പറയുമ്പോൾ തന്നെ വിപ്ലവത്തെ സുനാമി തിരയോട് ഉപമിക്കുമ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു അത് നാശം വിതച്ചതെന്ന് പെട്ടെന്നത് പറഞ്ഞറിയിക്കാൻ പറ്റും. നാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാകും. അതിനുവേണ്ടിയാണ് നമ്മൾ പുതിയ പുതിയ വാക്കുകൾ വരുമ്പോൾ ആ പുതിയ വാക്കുകൾ കൂടി നമ്മൾ നമ്മുടെ ഭാഷാപ്രയോഗത്തിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും അന്ന് ചിലർ എന്നോട് പറഞ്ഞു ഇത് വായിച്ചിട്ട് സുനാമി എന്നുള്ളതൊക്കെ ഒരു കവിതയ്ക്കകത്ത് വേണോ? ഞാൻ പറഞ്ഞു അതിനെയും നമ്മൾ ഉപയോഗിച്ച് വേണം, പ്രയോഗ സാധ്യതയുള്ളതാക്കി എടുക്കണമല്ലോ. പല വാക്കുകളെയും നല്ല വാക്കുകളാക്കുന്നത് പ്രയോഗത്തിലൂടെയാണ്. എപ്പോഴാണെങ്കിലും ഓരോ വാക്കിനെ കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വിശദീകരിക്കുമ്പോൾ ഇന്ന കവി ഇന്ന കാവ്യത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ ഉപയോഗിച്ചു, ഒരുപക്ഷെ ഇങ്ങനെ ഒരു കവിതയിൽ ഉപയോഗിച്ച ആൾ ഒരുപക്ഷെ ആദ്യമായിട്ട് ഞാനായിരിക്കാം, കേട്ടിട്ടില്ല, വേറെ ആരെങ്കിലും ഉപയോഗിച്ചോ നമുക്കറിയത്തില്ല. എങ്ങനെയായാലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി അത് പറ്റിയൊരു ഇമേജറിയാണ്. സുനാമി എന്താണെന്ന് നമ്മുടെ ആൾക്ക് ഇപ്പോൾ അറിയാം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഞാൻ 2-3 വാക്കുകൾ മാറ്റി മാറ്റിയൊക്കെ വെച്ച് നോക്കി. രാക്ഷസ തിരകൾ എന്നൊക്കെ. രാക്ഷസ തിര വേണ്ടെന്ന് വെച്ചോ. സുനാമി എന്ന് പറയുമ്പോൾ അതിനൊരു പദം കേൾക്കുമ്പോൾ ഒരു സൗന്ദര്യമുണ്ട്, സുനാമി. പക്ഷെ സംഭവം വളരെ രൂക്ഷമാണ്. വാക്കിൻ്റെ സൗന്ദര്യവും അതിൻ്റെ പിന്നിലെ രൂക്ഷതയും വിപ്ലവമായിട്ടുള്ള ഒരു വിപ്ലവക്കാർ നടത്തുന്ന തകർക്കുന്ന പ്രവണതയുണ്ടല്ലോ, ആ തകർക്കലിനോടുള്ള സാമ്യവും എല്ലാം കൂടെ എടുത്തു വെച്ചിട്ടാണ് അങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രയോഗിച്ചത്. നമുക്കിതിൻ്റെ ചരണവും കൂടി ഒന്ന് കേട്ടു നോക്കാം. പാവങ്ങളിൽ ദൈവരാജ്യം പുലരുവാൻ പാതകളെത്ര താൻ സജ്ജമാക്കി. പാവങ്ങളിൽ ദൈവരാജ്യം പുലരുവാൻ പാതകളെത്ര താൻ സജ്ജമാക്കി. കാലദേശങ്ങളെ പുൽകിയ ചൈതന്യം ഭാരതാത്മാവിലും മുദ്രപാകി. കാലദേശങ്ങളെ പുൽകിയ ചൈതന്യം ഭാരതാത്മാവിലും മുദ്രപാകി. ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു. ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു. ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു. ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു. ഈ പാട്ടിൻ്റെ ചരണത്തിലേക്ക് വരുമ്പോൾ പാവങ്ങളിൽ ദൈവരാജ്യം പുലരുവാൻ പാതകൾ എത്ര നീ സജ്ജമാക്കി, അല്ലെങ്കിൽ എത്ര താൻ സജ്ജമാക്കി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിൻസെൻ്റ് പോൾ തുടങ്ങി വെച്ച ആ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലശേഷവും ഒട്ടും കുറവില്ലാതെ അത് തുടർന്നു വരികയാണ്.
എങ്ങനെ അദ്ദേഹം ഒരുക്കിയ പാതകളിലൂടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വൈദികർക്ക് വേണ്ടി ഒരു സഭ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടരാനായിട്ട്. അത് കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ എന്ന് പറയും. 1625 അത് തുടങ്ങിയത്. അത് തുടങ്ങുന്ന സമയത്ത് വിൻസെൻ്റ് പോളിന് ഏതാണ്ട് 45 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സഹോദരിമാർക്ക് വേണ്ടി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞൊരു സഭ സ്ഥാപിച്ചു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിഭാഗങ്ങളുണ്ടായിരുന്ന ഒരു കോൺഗ്രിഗേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സഭയായിരുന്നു ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. അതായത് 50,000 മെമ്പേഴ്സ് ലോകമെങ്ങും ഈ സഭയ്ക്കുണ്ടായിരുന്നു. ഇത്രയും മെമ്പേഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു സഭയും വേറെയില്ല. ഇപ്പോൾ ആ എണ്ണം അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെ ഒരു കാലത്ത് 50,000 മെമ്പേഴ്സ് ആ സഭയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തനം ഇങ്ങനെ അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയി, തൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. തുടർന്ന് നമ്മൾ ഈ പാട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, കാലദേശങ്ങളെ പിന്നിട്ട് ആ ചൈതന്യം ഭാരതാത്മാവിലും മുദ്ര ചാർത്തി എന്നാണ്. എന്ന് പറഞ്ഞ അർത്ഥം ഈ ഭാരതത്തിലും അത് എത്തി, ഇവിടെയും അതിൻ്റെ ആ മുദ്ര ഇവിടെയും ചാർത്തി എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനം ഇവിടെയും നടക്കുന്നു. സത്യത്തിൽ CM ഫാദേഴ്സ്, അതായത് കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ, വിൻസെൻ്റ് പോൾ തുടങ്ങിയ സഭ, ആ സഭാംഗങ്ങൾ അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഭാരതത്തിൽ വന്നു. ഒറീസയിലെ കട്ടാക്ക് കേന്ദ്രീകരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ ബിഷപ്പുമാരൊക്കെ ഉണ്ട് ഈ സഭയ്ക്ക്. അതുപോലെ തന്നെ വിൻസെൻഷ്യൻ സഭ, ഞാൻ അംഗമായിരിക്കുന്ന വിൻസെൻഷ്യൻ സഭ 1904 ആരംഭിക്കുന്നത്. അതും വിൻസെൻ്റ് പോളിന് നൽകിയ അതേ ന്യായപ്രമാണം ഉപയോഗിച്ചിട്ട്, അതേ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചിട്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഈ ചൈതന്യത്തിൽ ഒരു സഭ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അത് വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് വേറൊരു മേഖലയിലെ പ്രവർത്തനമാണ്. ഉദാഹരണത്തിന് ഫ്രെഡറിക് ഒസാനാം, അദ്ദേഹം ആരംഭിച്ച ആ പ്രവർത്തനം, അല്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് വിൻസെൻ്റ് പോൾ സൊസൈറ്റി എന്ന് പേര് കൊടുക്കാൻ കാരണം വിൻസെൻ്റ് പോളിൽ നിന്നാണ് അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടത്. അതുകൊണ്ടാണ് ആ പ്രവർത്തനം ലോകമെങ്ങും വ്യാപിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഇവിടെ എല്ലാവർക്കും അറിയാം, എല്ലാ ഇടവകയിലെന്ന് പറഞ്ഞ പോലെ വിൻസെൻ്റ് പോൾ സഖ്യത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യം 400 വർഷങ്ങളെ പിന്നിട്ട് ഇത് ഈ എല്ലാ സ്ഥലത്തും എത്തിയതുപോലെ ഈ ഭാരതത്തിലും കേരളത്തിലും എത്തി ഇന്നും നിലനിൽക്കുന്നു, ഇന്നും ചൈതന്യവത്തായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള വലിയ സത്യം. സിസ്റ്റേഴ്സിൻ്റെ തന്നെ എത്രയോ സഭകളാണെന്നറിയാമോ? വിൻസെൻഷ്യൻ സഭ എന്ന പേരിൽ സിസ്റ്റേഴ്സിൻ്റെതായ നിരവധി സഭകളുണ്ട്. അവർക്ക് ആ സഭകളെല്ലാം കൂടി ഒരു ഫെഡറേഷൻ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കാലദേശങ്ങളെ പിന്നിട്ട് ആ ചൈതന്യം ഇങ്ങനെ ഈ ഭാരതാത്മാവിലും മുദ്ര ചാർത്തി എന്നൊക്കെ പറയുന്നത്, അതിൻ്റെയൊക്കെ ബ്രാഞ്ചുകൾ മിക്കവാറുമൊക്കെ ഭാരതത്തിലും ഉണ്ട് എന്നുള്ള വലിയ സത്യമാണ്. അപ്പോൾ അതിലൂടെ എല്ലാം വിൻസെൻ്റ് പോൾ അന്ന് തുടങ്ങിയ ആ പ്രവർത്തനം, ഈ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. മദർ തെരേസയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരൊരു ചരിത്ര പഠനം നടത്തിയിട്ട് അവർ പറയായിരുന്നു, മദർ തെരേസയുടെ പ്രവർത്തനത്തെ അതിശയിക്കുന്ന, അനേകം മടങ്ങ് അതിശയിക്കുന്ന പ്രവർത്തനമായിരുന്നു വിൻസെൻ്റ് പോളിൻ്റെ ജീവിതകാലത്ത് അന്ന് ഫ്രാൻസ് കേന്ദ്രമായിട്ട് അന്ന് ചെയ്തിരുന്നത്, നടന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ടേ ചരിത്രം പറയുന്നത് 6 വിശുദ്ധന്മാർക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നിടത്തോളം വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തനത്തിൽ അത്രയും വോളിയം ഉണ്ടായിരുന്നു, അല്ല അത്രയും വ്യാപ്തി ഉണ്ടായിരുന്നു എന്ന് ചരിത്ര പഠിതാക്കൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത്. പക്ഷെ അതിനകത്ത് വിൻസെൻ്റ് പോൾ എന്നുള്ളൊരു പേര് വന്നിട്ടില്ലായിരിക്കാം. എങ്കിലും വിൻസെൻ്റ് പോളിനെ കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്നവർക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഇത് വിൻസെൻ്റ് പോളിനെ കുറിച്ചുള്ളതാണ് എന്ന് വ്യക്തമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ കവിതയുടെ ഒരു മൂലഭാവം അത് തന്നെയാണല്ലോ. നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് കാര്യങ്ങൾ പറയാതെ അതിൻ്റെ ഭാവം പുറകിൽ നിർത്തിക്കൊണ്ട് വേണം പറയാൻ. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം.
വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു വിപ്ലവാവേശമാം സുനാമി തിരകളിൽ വിഗ്രഹമെത്രയോ വീണുടഞ്ഞു വിപ്ലവാവേശമാം സുനാമി തിരകളിൽ വിഗ്രഹമെത്രയോ വീണുടഞ്ഞു ഉത്തുംഗ തേജസ്സ വ്യക്തി പ്രഭാവത്തെ അക്രമാസക്തരും ആദരിച്ചു ഉത്തുംഗ തേജസ്സ വ്യക്തി പ്രഭാവത്തെ അക്രമാസക്തരും ആദരിച്ചു ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു സജ്ജമാക്കി പാവങ്ങളിൽ ദൈവരാജ്യം പുലരുവാൻ പാതകളെത്ര താൻ സജ്ജമാക്കി കാലദേശങ്ങളെ പുൽകിയ ചൈതന്യം ഭാരതാത്മാവിലും മുദ്രപാകി കാലദേശങ്ങളെ പുൽകിയ ചൈതന്യം ഭാരതാത്മാവിലും മുദ്രപാകി ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു ശൈശവവും നിറവാർദ്ധക്യവും
ആമാറിൽ വാത്സല്യമാസ്വദിച്ചു. ഈ പാട്ട് ട്യൂൺ ഇട്ടിട്ട് എഴുതിയായിരുന്നോ അതെയോ എഴുതിയ ശേഷം ജേക്കബ് കൊരട്ടി ചെയ്യുമായിരുന്നോ ട്യൂണ്? എന്നോടൊരു വിൻസെൻ്റ് പോളിനെ കുറിച്ചൊരു പാട്ട് എഴുതി തരണം എന്ന് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഞാൻ ആ പ്രവർത്തനത്തെ എല്ലാം ഒന്ന് സമാഹരിക്കുന്ന തരത്തിൽ ഈ പാട്ട് എഴുതി കൊടുത്തു. പിന്നീട് അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അതിനിടയ്ക്ക് ഒരു സമ്പർക്കവും ഉണ്ടായില്ല എന്നുള്ള സത്യം. ജേക്കബ് കൊരട്ടി വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുതിയ ഏതാനും ഗാനങ്ങൾക്ക് വരികൾ കൊടുക്കുവാനായിട്ട് ഈ അവസരം എനിക്ക് അടുത്ത കാലത്തുണ്ടായി. ഈയിടെ ഇറങ്ങിയ ഒരു ആൽബത്തിൽ മനോഹരമായ ഏതാനും ഗാനങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ അധികം ഈ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ഭയങ്കര പ്രതിഭയാണ് ജേക്കബ് കൊരട്ടി. ആൾക്കാരത് നമ്മളെപ്പോലെയുള്ളവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളൂ. കാരണം പുള്ളി അങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി നിന്ന് കൊടുക്കാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അല്ലേ? തീർച്ചയായിട്ടും അതെ. ഏതായാലും ഈ വിൻസെൻസൺ സഭയുടെ ഒരംഗമെന്ന നിലയ്ക്ക് വിശുദ്ധ വിൻസെൻ്റ് പോളിനെ മനസ്സിൽ ഇത്രയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനോഹരമായ കവിത എഴുതി തന്ന അച്ഛന് എല്ലാവിധ നന്ദിയും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു. ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു. ദൈന്യമേ വിശ്വദൈന്യമേ സൗന്ദര്യധാമമായി നീ പുലർന്നു. ശൈശവവും നിറവാർദ്ധക്യവും ആമാറിൽ വാത്സല്യമാസ്വദിച്ചു.